ഇന്നത്തെ സെറ്റിൽ ഒരു അതിഥിയുണ്ട്. ആരാ? ഈ കാണുന്നതാണ് ആ അതിഥി. ഇത് വെറും വാഴക്കുലയല്ല, ഉന്നത കുല. ഹലോ, നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച വർത്താനൊന്നല്ല ഇത്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ കൊല വേഗം ഇല്ലത്തെ കേട്ടോ. എന്നെ കൊണ്ട് തോറ്റു. ഇവൻ ഒരുത്തരാ ഇതിനൊക്കെ കാരണം. ഇവൻ എവിടെങ്കിലും പോയ അടി ഉറപ്പല്ലേ. ആയിത്തോന്ന് എന്തെങ്കിലും വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരനൊന്നല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് വലിയ ശല്യമായില്ല പണ്ടാളുടെ കാര്യമായിട്ട്. ശ്രീനി ആ ഗിയർ ലിവർ എടുത്തോളൂ, ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ. ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തി കേട്ടി തന്നെ വായിക്കാത്ത സുരേഷ് ഏട്ടാ, പിന്നെ കേരളത്തിലുള്ള കുറെ പേർക്ക് സംശയമുണ്ട്, എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്രപാട് എയിംസ് കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ചോദിക്കണ്ട, എനിക്ക് ഭ്രാന്തായി പോവും. 15 ഈ മറ്റ് 27 എയിംസുകളുടെ അതിനകത്ത് ആദ്യം 6-7 എയിംസ് ആണ് പ്രഖ്യാപിച്ചത്. അപ്പൊ തന്നെ കേരളത്തിലും കിട്ടി. നിന്റെ അപ്പന്റെ കാശല്ലേ വേഗം എടുത്തു കൊടുക്കാൻ. ഉന്നത കുല ആ പദ്ധതിയിൽ കേരളത്തിന് ഒരെണ്ണം കിട്ടുമെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് കൊടുക്കണേ എന്ന് അപേക്ഷിച്ച ആളാണ് ഞാൻ. വാരിക്കോരി കൊടുക്കുന്ന സ്വഭാവമാണല്ലോ. കിട്ടിയോന്നാ? പിന്നില്ലാണ്ട് ആലപ്പുഴയിലെ ഇപ്പൊ വാർഡുകൾ തോറും എയിംസ് ആണ്. ഇപ്പൊ മനസ്സിലായി. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ. 2016 രാജ്യസഭയിൽ എത്തിക്കഴിഞ്ഞു. അന്ന് മുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി വാദിക്കുന്നയാളാണ്. അതോ കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു. മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ ഉണ്ടായിരുന്നു. റേഡിയോയിലും പറഞ്ഞു. ാണ് വാർഡുകൾ തോറും എയിംസ് ആയ. ആലപ്പുഴയും കൂടെ ഉൾപ്പെടുത്തിയ ഒരു ലിസ്റ്റ് കൊടുത്താൽ അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. നീ തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? എംപിയായ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. ഇനി ട്രൈബൽ വകുപ്പ് മാത്രമേ റെഡിയാക്കാനുള്ളൂ, ബാക്കി കിട്ടിയ വകുപ്പുകളൊക്കെ റെഡിയാക്കി. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. മഹാനല്ലേ മഹാൻ. ആഗ്രഹം പറയും. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്. ഇനി അപ്പൊ നമുക്ക് ഉന്നത കുലയിലേക്ക് കടക്കാം. ഒരു ഉന്നത കുലജാതൻ അവിടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. സാറേ, ആരാണ് ഈ ഉന്നത കുല? ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ. കാലം കടന്നു പോകുന്നൊന്നും സാറ് അറിയുന്നേ ഇല്ല. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഏത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്, എന്ത് പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇതൊന്നും ഇല്ലാതെ ചുമ്മാ വായി തോന്നുന്ന എന്തെങ്കിലും പറയലാണോ? ഒരു മാറ്റമില്ലല്ലോ അതെ, കഞ്ഞില്ലേ ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന സംഭാവനകളെ ലൈക്കായും ഷെയറായും സബ്സ്ക്രൈബായും ഒക്കെ തന്നേക്കണേ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി.